ഇനി വ്യാപകമായിട്ട് ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, അർജൻറ്റീനയ്ക്ക് ഫിഫ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തിരിക്കുകയാണ്. കേപ്പ് വെർദെയൊക്കെയാണ് റൗണ്ട് ഓഫ് 32-ൽ. മുന്നോട്ട് പോകുമ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഈജിപ്തൊക്കെ ഉള്ളൂ, ഒരു പണിയില്ല, എളുപ്പമാണ്. എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു അഭിപ്രായം. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയുള്ള ഫൈനലിലായിരുന്നു തോൽപ്പിച്ചത്, ഫ്രാൻസിനെയാണ് തോൽപ്പിച്ചത്. നല്ല ഫോമിലുണ്ടായ നെതർലൻഡ്സിനെയാണ് ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ചത്. നല്ല നല്ല ടീമുകളൊക്കെ തോൽപ്പിച്ചിട്ട് തന്നെയാണത്. പിന്നെ ഓസ്ട്രേലിയയൊക്കെ നല്ല രീതിയിൽ പ്രീ ക്വാർട്ടർ നല്ല രീതിയിലുള്ള പെർഫോമൻസ്. ക്രൊയേഷ്യ ഉണ്ടായിരുന്നു, ക്രൊയേഷ്യനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല ടീമുകളെ തോൽപ്പിച്ചിട്ടാണ്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ വരുമ്പോൾ കേപ്പ് വെർദെ എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യ കളി തന്നെ സ്പെയിനെ ഞെട്ടിച്ച ടീമാണ്. ഇപ്പോൾ യൂറോ കപ്പും അതേപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു വിന്നിങ് സ്ട്രീക്കിലൊക്കെ വരുന്ന സ്പെയിൻ ടീമിനെ പിടിച്ചു നിർത്തിയിട്ടുള്ള ടീമാണ്. അപ്പോൾ കേപ്പ് വെർദെ എന്ന് പറയുന്നത് അങ്ങനെ നമുക്കൊരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ നല്ല രീതിയിൽ വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് കേപ്പ് വെർദെ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ റൗണ്ട് ഓഫ് 16-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈജിപ്ത് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ ഓസ്ട്രേലിയ അർജന്റീനയെ വെള്ളം കുടിപ്പിച്ചത് നമുക്ക് കണ്ടത്. അവസാനം മെസ്സിയുടെ ഒരു ബ്രില്യൻസ് ആണ് അവിടെ. അപ്പോൾ അങ്ങനത്തെ ഓസ്ട്രേലിയക്ക് ഇവിടെ അറിയാം, നമ്മളിപ്പോൾ തുർക്കിയെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അവര് കളിച്ചിട്ടുണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് അവര് നല്ല ഡിഫെൻഡ് ചെയ്യാൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീമാണ്. അപ്പം അങ്ങനത്തെ ടീമുകൾക്കെതിരെയൊക്കെ ചിലപ്പോൾ പഴുതുകൾ കണ്ടെത്താൻ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള നെഗറ്റീവ് ഗെയിം പ്ലാനായിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇനി ക്വാർട്ടർ ഫൈനലിലേക്ക് വരികയാണെങ്കിൽ പോർച്ചുഗൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്രസീൽ സെമിയിൽ വരാൻ സാധ്യതയുണ്ട്. കൊളംബിയയോ പോർച്ചുഗലോ വരാൻ സാധ്യത, സ്വിറ്റ്സർലൻഡോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സെമിയിലാണെങ്കിൽ ബ്രസീലോ ഇംഗ്ലണ്ടോ ഒക്കെ വരാം. അപ്പോൾ ഇത് റൗണ്ട് ഓഫ് 32 ആണ്. അപ്പം റൗണ്ട് ഓഫ് 32 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിൽ 32 ടീമുകളാണ്. കഴിഞ്ഞ 32 ടീമുകൾ 8 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നത്. ആ 32 ടീമുകളുടെ ഒരു പറയാൻ പറ്റുള്ളൂ. റൗണ്ട് ഓഫ് 16 ആണ് ആക്ച്വലി എന്ന് പറയുന്നത്. നമ്മള് ഫിൽട്ടർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ട്രോങ് ടീമുകൾ വരുന്ന നോക്കൌട്ട് സ്റ്റേജ്. അത് മാത്രമല്ല, ഇതിപ്പോ വെറുതെ വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇതുവരെ ഉള്ളതിൽ ഒരു സർപ്രൈസ് എൻട്രി കേപ്പ് വെർദെയും സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു ഞെട്ടിക്കുന്ന ഒരു വിജയം, അപ്പൊ അതിലൂടെയാണ് ആക്ച്വലി എന്ന് പറയുന്ന ഈ 2 ടീമുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ നിലവിൽ 9 ഗ്രൂപ്പുകള് മത്സരങ്ങൾ കഴിഞ്ഞു, തീരുമാനമായി. അതില് 4 ടീമുകൾ 4 മൂന്നാം സ്ഥാനക്കാർ 4 പോയിന്റിലുണ്ട്. അവര് 4 ടീമുകൾ മറ്റുള്ള ഒരു 4 ഗ്രൂപ്പുകളിൽ 3 പോയിന്റാണ് ഉള്ളത്. അതിലിപ്പോ ഗ്രൂപ്പ് എച്ച് നമ്മുടെ സ്പെയിൻ അടങ്ങുന്ന ഗ്രൂപ്പിൽ മാത്രമാണ് 3-ാം സ്ഥാനം വന്ന് 2 പോയിന്റ് ഉറുഗ്വേ പുറത്തായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അപ്പൊ ഇനി 3 ഗ്രൂപ്പാണ് ഇനി തീരുമാനമാവുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള ഒന്ന് ഫിൽട്ടർ ചെയ്യപ്പെട്ടിട്ട് ബാക്കിയുള്ളത്. അപ്പൊ ഒരു പക്ഷെ ബാക്കിയുള്ളതിനിപ്പോ ചിലപ്പോ എന്താ പറയാ 3 പോയിന്റ് അടങ്ങുന്നതായിരിക്കും കൂടുതലായിട്ട്. ഇനിയിപ്പോ 3-ാം സ്ഥാനത്ത് വരുന്ന ടീമുകളിൽ 3 പോയിന്റുകളിൽ നിൽക്കണം. അപ്പൊ ഇതില് പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ, അർജന്റീനയ്ക്ക് എളുപ്പമാക്കി കൊടുത്തു ഫിഫ എന്നുള്ളത് ഒരു ഫോൾസ് നെഗറ്റീവ് ആണ്. കാരണം കേപ്പ് വെർദെ അവിടെ വന്നു എന്നുള്ളത് അവരുടെ മികവുകൊണ്ട് സംഭവിച്ചാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഉറുഗ്വേ അല്ലെങ്കിൽ സ്പെയിൻ വരേണ്ടതായിരുന്നു, കടുപ്പാവേണ്ടതാണ്. അത് അങ്ങനെ സംഭവിച്ചത് ഫിഫ അല്ലല്ലോ. ഇപ്പൊ ഫെർണാണ്ടോ മുസ്ലിയാരെ കൊണ്ട് ആ ഗോള് വിട്ട് അവരെ പുറത്താക്കിച്ചത്. പിന്നെ ശരിയാണ്, ഈ ക്വാർട്ടർ ഫൈനലിൽ വരുമ്പോൾ കുറച്ചുകൂടി റൗണ്ട് ഓഫ് 16 വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം, താരതമ്യേന എളുപ്പമാണെന്ന്. അതിപ്പോൾ നമുക്ക് അങ്ങനെ ഓസ്ട്രേലിയ മോശമാണെന്നും ഈജിപ്ത് മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗൽ മോശമാണോ, കൊളംബിയ മോശക്കാരാണോ? അല്ലല്ലോ. അപ്പം സെമി ഫൈനലിൽ ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ ബ്രസീലോ ഒക്കെ വരും. അപ്പോൾ ഈ നരേറ്റീവ് കംപ്ലീറ്റ്ലി ഒരു ഫോൾസ് നരേറ്റീവ് ആണെന്നുള്ളത്.